വോട്ട് ജിഹാദ് പരാമർശത്തിൽ പ്രതിപക്ഷത്തെ വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് നേതാക്കൾ വോട്ട് ജിഹാദ് പരാമർശത്തെ എതിർത്തിട്ടില്ല. രാഹുലിന് പാക് മുൻ മന്ത്രി പിന്തുണ നൽകിയതിലും പ്രധാനമന്ത്രി വിമർശനം ഉന്നയിച്ചു. കോൺഗ്രസിന്റെ പാകിസ്ഥാൻ ബന്ധമാണ് ഇതിലൂടെ മറനീക്കി പുറത്തു വന്നതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. हम सिर्फ वोटों का जिहाद कर सकते हैं और इस संघी सरकार को भगाने का काम कर सकते हैं। बहुत शर्म आती है जब मैंने आज ये सुना कि कुछ मुसलमानों ने आज यहाँ पर बैठ के मुकेश राजपूत की मीटिंग कराई। मुझे लगता है समाज से उनका हुक्का पानी बंद कर देना चाहिए। समाज से उनका हुक्का पानी बंद कर देना चाहिए. സമാജ്വാദി പാർട്ടി നേതാവ് മറിയ അലം ഖാനാണ് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ വോട്ട് ജിഹാദ് പരാമർശം നടത്തിയത്. ബിജെപിയെ താഴെയിറക്കാൻ വോട്ട് ജിഹാദ് അനിവാര്യമെന്നും ബിജെപിയെ പിന്തുണയ്ക്കുന്ന മുസ്ലിങ്ങളെ മറ്റു മുസ്ലിങ്ങൾ മാറ്റി നിർത്തണമെന്നുമായിരുന്നു മറിയ അലം ഖാന്റെ പ്രസംഗം. ഇത്രയും വിദ്വേഷം നിറഞ്ഞ പ്രസംഗം ഇന്ത്യ മുന്നണി നേതാവ് നടത്തിയിട്ടും കോൺഗ്രസ് അത് തിരുത്തിയില്ലെന്ന് പ്രധാനമന്ത്രി വിമർശിച്ചു. ജാതി പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് മറുഭാഗത്ത് വോട്ട് ജിഹാദിന് ആഹ്വാനം ചെയ്യുന്നതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. अब इंडी गठबंधन ने मुसलमानों से वोट जिहाद करने को कहा है. अब बताइए, हमने लव जिहाद सुना था, लैंड जिहाद सुना था और वोट जिहाद, और वो भी पढ़े लिखे मुसलमान के परिवार से बात आई है. सामान्य मदरसा से निकले हुए किसी बच्चे ने नहीं कहा है. हाईली क्वालिफाइड फैमिली और कांग्रेस के वरिष्ठ पद पर बैठे हुए परिवार, ये मुसलमान परिवार ने कहा है, नारा दिया है वोट जिहाद करो. आप जानते हैं ना जिहाद का मतलब क्या होता है. രാഹുലിനെ പിന്തുണച്ച് പാക് മുൻ മന്ത്രി രംഗത്തെത്തിയ വിഷയവും പ്രധാനമന്ത്രി ഗുജറാത്തിൽ പരാമർശിച്ചു. കോൺഗ്രസ് ഇവിടെ മരിക്കുമ്പോൾ കരയുന്നത് പാകിസ്ഥാനാണ്. കോൺഗ്രസിന്റെ പാക് ബന്ധമാണ് മറനീക്കി പുറത്തു വരുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ജനം, ഡൽഹി.